ഹായ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. പേൾവെൻ ഇൻ്റർനാഷണൽ വേൾഡ് വൈഡ് ഡിജിറ്റൽ ബാങ്കിംഗ് സിസ്റ്റം ആരംഭിക്കുന്നത് 2015 നവംബർ 28-നാണ്. ഈ ഒരു വെബ്സൈറ്റ് സോഷ്യൽ ബിസിനസ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റാണ്. ഇതാരംഭിച്ചത് ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന മാത്തമെറ്റീഷ്യനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ ആൻഡ് വിഷണറി എന്ന് പറയുന്നത്. 156 രാജ്യങ്ങളിൽ ഈ ഒരു വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നു. പേൾവെൻ ഇൻ്റർനാഷണൽ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്ന $6 മില്യൺ പ്രൊജക്റ്റുകളാണ്. 1 ഡിജിറ്റൽ ബാങ്കിങ്, 2 ക്രിപ്റ്റോ കറൻസി PVC മെറ്റ മൾട്ടിപർപ്പസ് ടോക്കൺ, 3 സോഷ്യൽ മീഡിയ, 4 മൊബൈൽ നെറ്റ്വർക്ക്, 5 ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, ലാസ്റ്റ് വൺ ഇ-കൊമേഴ്സ് ബങ്കി. ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഈ ഒരു 6 പ്രൊജക്റ്റിൻ്റെ പാർട്ട്ണറായിട്ടാണ് പ്രവേശിക്കുന്നത്. ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ ഒരു 6 പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് സിസ്റ്റം $100 ബില്യൺ ഹോൾഡ് ചെയ്തു വച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രോഗ്രാമായ PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ 1.5 ബില്യൺ ടോക്കൺ മാത്രമാണ് ഉള്ളത്. ഫ്യൂച്ചർ ഓഫ് മണി എന്ന പേരിൽ ലോകത്തിൽ PVC മെറ്റ അറിയപ്പെടുന്നു. പേൾവെൻ അവതരിപ്പിക്കുന്ന ആദ്യത്തെ പ്രൊജക്റ്റ് ഡിജിറ്റൽ ബാങ്കിങ്. നമുക്കറിയാം, ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് റുപ്പി ആണ്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പേപ്പർ കറൻസിയുടെ അതേ മൂല്യമുള്ള ഇലക്ട്രോണിക് രൂപത്തെയാണ് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്. ലോകത്തിലാദ്യമായി ഡിജിറ്റൽ കറൻസി അവതരിപ്പിച്ചത് പേൾവെൻ ഇൻ്റർനാഷണലാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന മഹാനായ ആ ഒരു മാത്തമെറ്റീഷ്യനെ വിഷണറി എന്ന് പറയുന്നത്. അമേരിക്കയിലെ ടെക്സാസിലാണ് പേൾവെൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഇ-കൊമേഴ്സ് ബിസിനസ് വെബ്സൈറ്റ് ആരംഭിച്ചത്. ടെക്സാസിലാണ് ഇതിൻ്റെ ഓഫീസ് നിലനിൽക്കുന്നത്. ഡോളറാണ് ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയുടെ പേരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ PVC മെറ്റ NFT ടോക്കണെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ടോക്കൺ എപ്പോഴും നിലനിൽക്കുന്നത് ഒരു സ്റ്റേബിൾ കറൻസിയുടെ പേരിലായിരിക്കും. ഇവിടെ ഡോളറിൻ്റെ, അതായത് USDTയുടെ പേരിലാണ് PVC മെറ്റ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ക്രിപ്റ്റോ കറൻസി മേഖലയിലെ ഏറ്റവും വലിയ മുന്നേറ്റം നടക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായി ലോകം വലിയ മാറ്റങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആശയം ജനങ്ങൾക്കിടയിലേക്ക് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു കാലത്ത് മൂന്നാം ലോകരാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ടോക്കണൈസേഷൻ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ ടോക്കണുകൾ ഉപയോഗിച്ച് റെയിൽവേ ടിക്കറ്റുകൾ നൽകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ വളരെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ, പ്രത്യേകിച്ച് ജിയോ, ടോക്കണുകൾ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് PVC മെറ്റ ഒരു മൾട്ടിപർപ്പസ് ടോക്കൺ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു ടോക്കൺ എന്ന് പറയുന്നത് വൺ പർപ്പസാണ്. മൾട്ടിപർപ്പസ് ടോക്കൺ എന്ന് പറയുമ്പോൾ നമുക്ക് പണം ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് PVC മെറ്റ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്യൂച്ചർ ഓഫ് മണി എന്ന് PVC മെറ്റയെ വിശേഷിപ്പിക്കുന്നത്. പേൾവെൻ ഇൻ്റർനാഷണൽ ഇപ്പോൾ കടന്നു വരുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം.
ഇവിടെ ആദ്യത്തെ പ്രൊജക്റ്റിൽ വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡിജിറ്റൽ കറൻസി പ്രോഗ്രാമിലൂടെയാണ് പേൾവെയിനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ സമയത്ത് വാലറ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നടന്നത്. 85 ലക്ഷം കമ്മ്യൂണിറ്റിയെ ആ ഒരു കാലഘട്ടത്തിൽ പേൾവെയിൻ ലോകത്താകെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കടന്നു വരുന്ന ഒരു വ്യക്തി രണ്ടാമത്തെ പ്രൊജക്റ്റായ PVC മെറ്റ മൾട്ടിപർപ്പസ് ടോക്കൺ പ്രോഗ്രാമിലേക്കാണ് കടന്നു വരേണ്ടത്. അതിന് ആ ഒരു വ്യക്തി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്. ഇവിടെ പ്രത്യേകം നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രസ്റ്റ് വാലറ്റിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ അറിയുന്ന ഒരു ബാങ്കിങ് പ്രോഗ്രാമുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ അത് അറിയുന്ന ആളുകളാണ്. അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവിടെ ഒരു ബാങ്കിൽ ഒരു ഷെയർ നമ്മൾ വാങ്ങിക്കുകയാണ്. അതിനെയാണ് PVC മെറ്റ പ്രോഗ്രാമിൽ സീഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഷെയർ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസിനെയാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് സാധാരണ ബാങ്കിൽ നമുക്ക് ഒന്നുകിൽ ലോൺ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, മറ്റ് സർവീസുകളും നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ PVC മെറ്റ പ്രോഗ്രാമിൽ നമുക്ക് വളരെ പ്രധാനമായും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സീഡ് ഫണ്ടിങ്, അതായത് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് വളരെ പ്രധാനപ്പെട്ട 2 പ്രവർത്തനങ്ങളാണ് നടത്താനുള്ളത്. ഒന്ന്, റഫറൽ മാർക്കറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ സിസ്റ്റം നമുക്ക് തന്നിരിക്കുന്നത്, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിന് റഫറൽ മാർക്കറ്റിംഗ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ വളർത്താനുള്ള ഓപ്ഷനാണ്. അതായത് ഒന്ന് കോമ്പൗണ്ടിങ്, അതുപോലെ തന്നെ ഏർലി ബേർഡ് റിവാർഡ് ഓഫർ. ഈ ഒരു 3 പ്രോഗ്രാം ഏത് വേണം എങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം സിസ്റ്റം നമുക്ക് അനുവദിച്ചു തരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് സാധാരണ ബാങ്കിങ്ങും ഡിജിറ്റൽ ബാങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളിന്ന് കാണുന്ന എല്ലാ പ്രോഗ്രാമുകളും സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. അതായത് സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനെ നിയന്ത്രിക്കുന്നത് ഒരു മൂന്നാമത്തെ അതോറിറ്റിയാണ്. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ആ ഒരു അതോറിറ്റിയാണ്. ആ എടുക്കുന്ന തീരുമാനത്തിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ ആ ഒരു പ്രോഗ്രാം എപ്പോഴും തകരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ബാങ്കുകളാണെങ്കിൽ അതിന് ഡയറക്റ്റ് ബോർഡ് ഉണ്ടാവും, കമ്പനികളാണെങ്കിൽ അതിന് സിഒമാരുണ്ടാവും. ഇപ്പോൾ സാധാരണ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിൽ അതിന് ഗവൺമെൻറ് ഉണ്ടാവും. സാധാരണ ബാങ്കാണെങ്കിൽ റിസർവ് ബാങ്ക് ഉണ്ടാവും. സ്വകാര്യ സ്ഥാപനങ്ങൾ, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകൾ, ഡയറക്റ്റ് സെല്ലിങ്ങൾ ഒക്കെ നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള അതോറിറ്റികളാണ്. പല പ്രൊജക്റ്റുകളും പരാജയപ്പെടാനുള്ളൊരു കാരണം തെറ്റായ തീരുമാനം എടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പോരായ്മയെ പരിഹരിക്കാൻ വേണ്ടിയാണ് സാമ്പത്തിക ക്രയ വിക്രയം ചെയ്യുന്ന ആളുകൾ മറ്റൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. ആ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം രൂപപ്പെടുന്നത്. അങ്ങനൊരു പ്രോഗ്രാം ആരംഭിക്കുന്നതിന് നമുക്ക് വളരെ പ്രധാനമായും വേണ്ടത് ലോകത്തിലെ നൂതന സാങ്കേതിക വിദ്യയായ ബ്ലോക്ക് ചെയിനുകളാണ്. ഇവിടെ സാധാരണ ഒരു വ്യക്തി ഒരു ബാങ്കിങ്ങിലേക്ക് വരുന്നത് പോലെയല്ല നമ്മുടെ PVC മെറ്റ പ്രോഗ്രാമിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ സംഭവിക്കുന്നത്. ബാങ്കിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മൂന്നാമത്തെ അതോറിറ്റി എപ്പോഴും കാണുകയും അവരുടെ അനുവാദം വേണമെന്നും നമുക്ക് മനസ്സിലായി കാണും. പക്ഷേ ഇവിടെ ഒരു വ്യക്തി ട്രസ്റ്റ് വാലറ്റിലൂടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു
ബ്ലോക്കായിട്ടാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സ് ലഭിക്കുന്നു. ഒപ്പം 12 സീക്രട്ട് ഫ്രൈസുകളും ലഭിക്കുന്നു. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി നടത്തിയ ഇടപാടിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എങ്കിൽ ഈ സൃഷ്ടിക്കപ്പെടുന്ന ബ്ലോക്കുകളിൽ 50%-ലധികം മാറ്റം വരുത്തേണ്ടി വരും. അതൊരിക്കലും സാധിക്കാത്ത കാര്യമാണ്. ബ്ലോക്ക് ചെയിനിനെ കുറിച്ച് നമുക്കറിയാം. ഒരു ഇടപാട് നടക്കുന്ന സമയത്ത് തന്നെ വിത്തിൻ സെക്കൻഡ് 10,000-കണക്കിന് ബ്ലോക്കുകളിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശേഖരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ 24 മണിക്കൂറും നമുക്ക് സർവീസ് ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതാണ് സാധാരണ ബാങ്കിങ്ങും ഡിജിറ്റൽ ബാങ്കിങ്ങും തമ്മിലുള്ള വളരെ വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ രാജ്യാന്തരമായി നമുക്ക് നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ വളരെ സുതാര്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. വളരെ സത്യസന്ധമായി ചെയ്യാനും കഴിയുന്ന ഒരു മേഖലയാണ് ഡീസെൻട്രലൈസ്ഡ് മേഖല, അതായത് ഡെഫി എന്ന് പറയുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പണം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതിനായി വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, എക്സ്ചേഞ്ച് വഴി നമുക്ക് നമ്മുടെ ഡിജിറ്റൽ അസറ്റ് മാറ്റിയെടുക്കാം. നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്ത എക്സ്ചേഞ്ചിൽ നമുക്ക് പണം മാറ്റിയെടുക്കാം. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബിനാൻസ്, വാസിറെക്സ് ഇന്ത്യയിലെ എക്സ്ചേഞ്ചാണ്. ബിനാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ചാണ്. അതുപോലെ ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. നമുക്ക് അതുവഴി നമ്മുടെ ഡിജിറ്റൽ അസറ്റ് മാറ്റിയെടുക്കാൻ കഴിയും. അത് നമുക്ക് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് ഇത് അറിയുന്ന ആളുകളുമായി നമ്മൾ ചർച്ച ചെയ്താൽ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യം മാത്രമാണ്. അതിലും വളരെ ലളിതമായി നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച്. പിയർ ടു പിയർ സംവിധാനത്തിലൂടെ, പിയർ ടു പിയർ എന്ന് വെച്ചാൽ സ്മാർട്ട് കോൺട്രാക്റ്റ് വഴി നമുക്ക് പരസ്പരം നമ്മുടെ ഡിജിറ്റൽ അസറ്റ് കൈമാറിക്കൊണ്ട് നമുക്ക് പണം നേടാൻ കഴിയുന്ന ഒരു മാർഗം കൂടി ഈ ഒരു സിസ്റ്റത്തിൽ, അതായത് ക്രിപ്റ്റോ കറൻസി മേഖലയിൽ, ഡിജിറ്റൽ കറൻസി മേഖലയിൽ ഉണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വളരെ പെട്ടെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, സീഡ് ഫണ്ടിങ്, നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നമുക്ക് റെഫറൽ മാർക്കറ്റിങ്ങോ കോമ്പൗണ്ടിങ്ങോ ഏർലി ബേർഡ് റിവാർഡ് ഓഫറോ തിരഞ്ഞെടുക്കാം. ആദ്യം തന്നെ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1000 PVC മെറ്റ വാങ്ങി ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് 1000 ദിവസമാണ് കാത്തിരിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ നേരെ ഇരട്ടി 200% നമുക്ക് തിരിച്ചു കിട്ടാൻ. അതുപോലെ തന്നെ 0.20 ആണ് നമുക്കെപ്പോഴും തിരിച്ചു ലഭിക്കുക 1000 ദിവസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, സീഡ് ഫണ്ടിങ് ചെയ്തുകൊണ്ടൊരു വ്യക്തി കടന്നു വരുമ്പോൾ 1000 PVC മെറ്റ വാങ്ങി ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ ദിവസവും 2 PVC മെറ്റ റിവാർഡായി ലഭിക്കുന്നു, 0.20. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മറ്റൊരു പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ പോലും 1000 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ 1000 PVC മെറ്റ എക്സ്ട്രാ ലഭിക്കുന്നു. അതായത് 1000 വാങ്ങി ഹോൾഡ് ചെയ്തതിന് 1000 അധികം ലഭിക്കുന്നു. 2000 PVC മെറ്റ അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഒരു 3 വർഷം കൊണ്ട് അദ്ദേഹം ഏകദേശം ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് വളരെ നന്നായി മനസ്സിലായിരിക്കും. അന്ന് എത്രയാണോ PVC മെറ്റയുടെ വില, അന്ന് അദ്ദേഹത്തിന് ടോക്കൺ ഫാമിങ്ങിലേക്ക് കടന്നു വരാം. അതായത് ടോക്കൺ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്ററായിട്ട് ഇതിലേക്ക് കടന്നു വരാം. നമ്മുടെ സിസ്റ്റത്തിനെക്കുറിച്ച് പഠിച്ച ആളുകൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ടറിയാം. സിസ്റ്റം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 2 ഡിജിറ്റലിലേക്ക് നമ്മുടെ PVC മെറ്റ വളരും എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ 3.25 വർഷം കൊണ്ട് നിങ്ങളിപ്പോൾ 1000 PVC മെറ്റ വാങ്ങി ഹോൾഡ് ചെയ്ത ഒരു അക്കൗണ്ട് ഹോൾഡർ 1000 രൂപയായി കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് വാങ്ങിയിടുന്ന ഈ ഒരു PVC മെറ്റ എന്ന് പറയുന്നത് 2000 വർദ്ധിച്ചിട്ടുണ്ടാവും. 1000 രൂപയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൽ ഉള്ള മെറ്റയുടെ വില എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഒരു ഇൻവെസ്റ്ററായി ഇതിലേക്ക് കടന്നു വന്നുകൊണ്ട്
വളരെ വലിയ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ളൊരു അവസരം കൂടിയാണ് സിസ്റ്റം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് നാളെ മുതൽ തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ താല്പര്യം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇനി എന്താണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്ന് നോക്കാം. അവിടെയാണ് റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു രീതിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം, അതായത് സീഡ് ഫണ്ടിങ് ചെയ്തതിന് ശേഷം ടോക്കൺ ഫാമിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്കിവിടെ 100 USDT വാങ്ങിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാം, ടോക്കൺ ഫാമിങ് ആരംഭിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു റഫറൽ മാർക്കറ്റിംഗ് രീതി മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ വേണം. ഒന്ന് ഇൻവെസ്റ്റേഴ്സും പിന്നെ അദ്ദേഹത്തിനെ കണ്ടെത്തുന്ന ഒരു വ്യക്തിയും. ഇവിടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ നമുക്ക് 0.20 ആണ് 1000 ദിവസം നമുക്ക് റിട്ടേൺ ലഭിക്കുക. നേരെ 200% നമുക്ക് തിരികെ ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, അതായത് USDTയുടെ കണക്കിലാണ് ഇത് പറയേണ്ടത്, പക്ഷേ പെട്ടെന്ന് മനസ്സിലാവാനാണ് നമ്മൾ സാധാരണ INRൻ്റെ രൂപത്തിൽ ഇത് പറയുന്നത്. ഓക്കെ, 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 0.20 വെച്ച് അദ്ദേഹത്തിന് ഒരു ദിവസം 200 രൂപ ലഭിക്കുന്നു. അതായത് ഒരു മാസം 200 × 30 6000 രൂപ അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹത്തിന് 1000 ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയായി വളരുന്നു. അദ്ദേഹത്തിന് 1,70,000 രൂപ വിഡ്രോ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു സംശയമുണ്ടാവും, ബാക്കി പണം എങ്ങനെയാണ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു വന്നൊരു വ്യക്തി അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 85% മാത്രമേ വിഡ്രോ ചെയ്യാൻ കഴിയുകയുള്ളൂ. 15% സിസ്റ്റം തന്നെ വളരെ നിർബന്ധപൂർവം വീണ്ടും വീണ്ടും കോമ്പൗണ്ട് ചെയ്യുന്നു. അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം, ലോകത്തിൽ 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഉള്ളത്. ഒന്ന് ആക്റ്റീവ് ഇൻകവും ഒന്ന് പാസീവ് ഇൻകവും. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്ന ഒരു വരുമാനമാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പാസീവ് ഇൻകം എന്ന് പറയുന്നത് ലോകത്തിനെ നിയന്ത്രിക്കുന്ന 1-2% പാസീവ് ഇൻകത്തിന് ഉടമകളാണ്, അതായത് ബിസിനസ്സുകാർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ആ ഒരു മേഖലയിൽ എത്താനുള്ളൊരു അവസരമാണ് പേൾ ബെയിൻ നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് 15% സിസ്റ്റം തന്നെ നിർബന്ധപൂർവം കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ബാങ്കിന് മുമ്പിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിന് മുന്നിലോ പോയിരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പണം അവിടെ നിന്ന് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരനെ കുറിച്ചും നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് അദ്ദേഹം സൃഷ്ടിച്ച സിസ്റ്റം അദ്ദേഹത്തിന് വേണ്ടി ഉറങ്ങുമ്പോൾ പോലും വർക്ക് ചെയ്യും. പക്ഷേ ഒരു ആക്റ്റീവ് ഇൻകത്തിൽ ഫോക്കസ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് വരുമാനം കണ്ടെത്താൻ കഴിയില്ല. ഇവിടെ പേൾ ബെയിൻ ഇൻ്റർനാഷണൽ ഏതൊരു സാധാരണക്കാരനെയും ഒരു പാസീവ് ഇൻകത്തിന് ഉടമയാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 1 ലക്ഷത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അതായത് ഏതൊരു ബിസിനസ് ആരംഭിക്കുവാൻ നമുക്ക് മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണം. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 0.20 വെച്ച് 1000 രൂപ ഒരു ദിവസം ലഭിക്കുന്നു. അതായത് ഒരു മാസം 30,000 രൂപ. അദ്ദേഹത്തിന് 85% 25,500 രൂപ അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാം. 4,500 രൂപ ക്യാപിറ്റലിൻ്റെ കൂടെ വീണ്ടും സിസ്റ്റം തന്നെ കോമ്പൗണ്ട് ചെയ്യുന്നു. 1000 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ റിട്ടേൺ കിട്ടുന്നു. 8,50,000 അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്തൊരു വ്യക്തിക്ക് എന്താണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടം എന്ന് നമുക്ക് പരിശോധിക്കാം. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് റഫറൽ വരുമാനം നമുക്ക് വാങ്ങിക്കാം എന്ന് നോക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞു, 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയെയാണ് നമ്മൾ കണ്ടെത്തുന്നത് എങ്കിൽ അദ്ദേഹം വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 20% നമുക്ക് റഫറൽ കമ്മീഷനായി ലഭിക്കും. അതായത് 1 ലക്ഷം രൂപക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്നത് 0.20 ഡെയിലി 200 രൂപ വെച്ച് ഒരു മാസം 6000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന റഫറൽ കമ്മീഷൻ എന്ന് പറയുന്നത്
1200 രൂപയാണ്. അതായത് 6000 രൂപയുടെ 20%. നമുക്കറിയാം 2020 മെട്രിക്സിലാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് 20 പേരെയാണ് പരമാവധി ഡയറക്റ്റ് ഈ ഒരു ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ 20 ലെവൽ ഡെപ്തിലും ആണ് ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് 20 മുതൽ 1% വരെയാണ് റിട്ടേൺ ലഭിക്കുന്നത്. അതായത് റഫറൽ കമ്മീഷൻ ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു 20% എന്ന് പറയുന്നത് 1200 രൂപ, 19% 1140, 18% 1080, അങ്ങനെ ലാസ്റ്റ് വൺ ഉള്ള വ്യക്തിക്ക് 1% 60 രൂപ വരെ റഫറൽ കമ്മീഷൻ ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്രയാണ് അദ്ദേഹത്തിന് റഫറൽ വരുമാനം കിട്ടുക? നമ്മൾ നേരത്തെ പറഞ്ഞു 30,000 രൂപയാണ് അദ്ദേഹത്തിന് ഒരു മാസം റിട്ടേൺ ലഭിക്കുക. അതിൻ്റെ 20% എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് റഫറൽ വരുമാനം നേടാൻ കഴിയുന്നത് ഒരു മാസം 6,000 രൂപ, പിന്നെ 19% 5,700, അങ്ങനെ ഏറ്റവും അവസാനം 300 രൂപ വരെ നമുക്ക് റഫറൽ കമ്മീഷൻ നേടാം. ഇതാണ് റഫറൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു മാർഗ്ഗമാണ് റഫറൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒട്ടുമിക്ക പ്രോഗ്രാമുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഇഷ്ടമുള്ളവർക്ക് ഇത് തിരഞ്ഞെടുക്കാം. റഫറൽ പ്രോഗ്രാമിന് ശേഷം നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രണ്ടാമത്തെ പ്രോഗ്രാമാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു വ്യക്തി ഇൻവെസ്റ്ററായി വന്നുകൊണ്ട് മറ്റൊരു വ്യക്തിയെ ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് പരിചയപ്പെടുത്തണം എന്നില്ല. അദ്ദേഹം ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണത്തിനെ വർദ്ധിപ്പിക്കുവാനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ചൊന്ന് നോക്കാം. കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് കണക്കിലെ ഏറ്റവും ശക്തമായൊരു തിയറിയാണ്. ഒരിക്കലും പിഴക്കാത്ത, ഒരിക്കലും തെറ്റാത്ത ഒരു തിയറി. നമുക്കിവിടെ നോക്കാം. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസം ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 0.20 1000 രൂപയാണ്. ഒരു മാസം അദ്ദേഹത്തിന് 30,000 രൂപ റിട്ടേൺ ലഭിക്കുന്നതായിരിക്കും. അദ്ദേഹം എന്ത് തീരുമാനിച്ചു? 1000 ദിവസം ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് കോമ്പൗണ്ടിങ് ചെയ്യാനാണ് തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 85% നമുക്ക് റിട്ടേൺ എടുക്കാൻ കഴിയുന്നത്. അതായത് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിക്ക് ഒരു ദിവസം 850 രൂപ റിട്ടേൺ എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 850 × 30 ദിവസം 25,500 രൂപ അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാം. അദ്ദേഹം 1000 ദിവസം ഹോൾഡ് ചെയ്ത് കോമ്പൗണ്ടിങ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മാസം എന്ന് പറയുന്നത് 5,25,500 രൂപയായിരിക്കും. ആദ്യത്തെ മാസം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന 20% 0.20 എന്ന് പറയുന്നത് 850 രൂപ. രണ്ടാമത്തെ മാസം മുതൽ അത് 893 രൂപയായി വർദ്ധിക്കുന്നു. മൂന്നാമത്തെ മാസം അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 5,52,290 രൂപയായി മാറിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന് റിട്ടേൺ ലഭിക്കുന്നത് 938 രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ ശരാശരി 24,55,048 രൂപയായി 1000 ദിവസം കൊണ്ട് വർദ്ധിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് 100 USDT എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോമ്പൗണ്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 5 ലക്ഷം രൂപ 24 ലക്ഷം രൂപയല്ല, അതിലും കൂടുതലായി വർദ്ധിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു പ്രോഗ്രാമാണ് ഏർലി ബേർഡ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത്. എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത്? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അന്ന് തന്നെ 2 പേരെ നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുക. അതായത് നമുക്ക് സ്വന്തമായിട്ടും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ 2 സുഹൃത്തുക്കളെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എത്രയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതേ തുക തന്നെ 3 ഐഡിയിലും, അതായത് ഒരു മെയിൻ ഐഡിയിലും 2 സബ് ഐഡിയിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സാധാരണ 0.20 ആണ് നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 0.70 കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 0.90 ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മെയിൻ ഐഡിയിൽ. അങ്ങനെ ആകുമ്പോൾ ഒരു 5 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ 5 ലക്ഷം രൂപ 222 ദിവസം കൊണ്ട് 10 ലക്ഷം രൂപയായി വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ സബ് ഐഡിയിലും നിങ്ങൾക്ക് 1000 ദിവസം കൊണ്ട് 10 ലക്ഷം രൂപയായി മാറുന്നു. ഇവിടെ നമുക്ക്
ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് സിസ്റ്റം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയാണ് PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാമിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇത് ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമുക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയുന്നൊരു അവസരമാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് 4 പ്രോഗ്രാമുകളാണ് സോഷ്യൽ മീഡിയ, മൊബൈൽ നെറ്റ്വർക്ക്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, അതുപോലെ ഇ-കോമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം PVC മെറ്റയെക്കുറിച്ച് സിസ്റ്റം പറയുന്നത് ഫ്യൂച്ചർ ഓഫ് മണി എന്നുള്ളതാണ്. ഫ്യൂച്ചർ ഓഫ് മണി എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പണം, അതായത് ഭാവിയിലെ ലോകത്തിൻ്റെ പണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെയെങ്കിൽ ലോകത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് PVC മെറ്റ വളരേണ്ടതുണ്ട്. അതിനുവേണ്ടി സിസ്റ്റം കണ്ടെത്തിയ 4 വളരെ പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു പാർട്ണർ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. സോഷ്യൽ മീഡിയ ഒരു സെർച്ച് എഞ്ചിൻ വരാൻ പോവുകയാണ് 2025 ആ ഒരു സെർച്ച് എഞ്ചിനിലൂടെ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിവാർഡായി ലഭിക്കാൻ പോകുന്നത് PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കണാണ്. അങ്ങനെ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നത് പോലെ PVC മെറ്റ ഉപയോഗിക്കാം. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ണർഷിപ്പും ഒരു അക്കൗണ്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ റഫറൽ ID വളരെ അത്യാവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ഒരു പ്രോഗ്രാം പ്രചരിപ്പിക്കുന്ന ഏത് വ്യക്തിക്കും വളരെ വലിയ രീതിയിൽ വളരാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സോഷ്യൽ മീഡിയ പ്രോഗ്രാമിലൂടെ പേൾവെയിൻ നമ്മളെ കൊണ്ടുപോകുന്നത്. സോഷ്യൽ മീഡിയ ആണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തീരുമാനമെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് എന്ന് നമുക്കറിയാം. ഫ്യൂച്ചർ ഓഫ് മണി, ലോകത്തിൻ്റെ പണം എന്നുള്ള രീതിയിൽ വളർത്താൻ സിസ്റ്റം കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് സോഷ്യൽ മീഡിയ. അതുപോലെ തന്നെയാണ് മൊബൈൽ നെറ്റ്വർക്ക്. നമുക്കറിയാം ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് റോമിങ് അതുപോലുള്ള ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നു. അതുമാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ എല്ലാ ഡാറ്റകളും ഈ ഒരു മൊബൈൽ നെറ്റ്വർക്കിൻ്റെ താഴെ വരികയാണ്. നേരത്തെ പറഞ്ഞു ഫ്യൂച്ചർ ഓഫ് മണി ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. ഇതാണ് സിസ്റ്റം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കുറേ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അങ്ങനെ മൊബൈൽ നെറ്റ്വർക്കിലൂടെ എന്ത് സംഭവിക്കുന്നു? പേൾവെയിൻ ഇൻ്റർനാഷണൽ ലോകത്തിൽ ഒരു വലിയ കമ്മ്യൂണിറ്റിയെ സ്വന്തമാക്കാനുള്ള ഒരു $1 മില്യൺ പ്രോഗ്രാമാണ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രോഗ്രാമാണ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്കറിയാം. ലോകത്തിൽ വെർച്വൽ ലാൻഡും അതുപോലെ മെറ്റാവേഴ്സ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഗെയിമിങ്ങുകളാണ് നടക്കാൻ പോകുന്നത്. പുതിയ തലമുറ ഗെയിമിങ്ങിലൂടെ പണം ഉണ്ടാക്കുന്ന ഒരു വലിയ അവസ്ഥകളിലേക്ക് പോകുന്ന സമയത്ത് പേൾവെയിൻ ഇൻ്റർനാഷണൽ അവതരിപ്പിക്കുന്നു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. അവിടെ നമുക്ക് വലിയ രീതിയിലുള്ള ബിസിനസ്സിൻ്റെ സാധ്യതകളാണ് PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടിപർപ്പസ് ടോക്കൺ തുറന്നു തരുന്നത്. അതുപോലെയാണ് ഇ-കോമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം വ്യാപാര മേഖലയിൽ ഇ-കോമേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു. ഒരു സാധാരണ ഒരു വ്യക്തിയുടെ അഭിരുചികളെ നിയന്ത്രിക്കുന്നത് ഇ-കോമേഴ്സാണ്. ഇവിടെ നമുക്കറിയാം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് തന്നെ നമുക്കിതുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുക എന്നുള്ളത് ഒരുപാട് റെഗുലേഷൻ വേണ്ട ഒരു കാര്യമാണ്. ഇവിടെ 150 രാജ്യങ്ങളിൽ ഈ ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ് പേൾവെയിൻ അവതരിപ്പിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ആളുകൾക്കും PVC മെറ്റ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് പെട്ടെന്ന് അറിയുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും വളരെ വലിയ രീതിയിലേക്ക് വളരുന്ന ഒരു സാഹചര്യത്തിലേക്കും കടന്നു പോകുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ വളരെ ലളിതമായി വളരെ നന്നായി പഠിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമുമായി നിങ്ങളെ സമീപിക്കുന്ന ഏത് വ്യക്തിയോടും നിങ്ങൾ വളരെ നന്ദിയോടുകൂടി ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ ചേരുക.
നാലര വർഷക്കാലം പേൾവെൻ ഇൻ്റർനാഷണലുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. വളരെ വലിയ ഒരു ടീമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഷാജി എന്നാണ്. ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ആരാണ് നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു തരുന്ന സുഹൃത്ത്, അദ്ദേഹവുമായി പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാമുമായി സഹകരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.